UDF ക്യാമ്പിനെ ആവേശത്തിലാക്കി എറണാകുളം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. UDFന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ വാക്ക് പഴയ ചാക്ക് പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഹൈബി ഈഡൻ തുടർ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ UDFന്റെ എല്ലാ മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മോദിയുടെ വാക്ക് പഴയ ചാക്ക് പോലെയാണ്. 10 കൊല്ലം മുൻപ് നിരവധി ഗ്യാരണ്ടികൾ തന്നിരുന്നു, പക്ഷേ അതെല്ലാം വെറും വാക്കായി മാത്രം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മോഡി ഗ്യാരണ്ടി അതായത് മോഡി പറയുന്ന വാക്കാണ്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു, 10 കൊല്ലം മുമ്പ് കുറെ മോഡി ഗ്യാരണ്ടി ഉണ്ടായിരുന്നല്ലോ, അത് വാക്കായിരുന്നു. വാക്ക് പറഞ്ഞ വാക്കാണ്, ഇല്ലെങ്കിൽ വാക്കിന് പഴയ ചാക്കിന്റെ വിലയാണ്. മോഡി ഗ്യാരണ്ടി നമ്പർ 1 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? പാചകവാതകത്തിന്റെ വില കുറയ്ക്കും. അന്ന് പാചകവാതകത്തിന് എത്രയായിരുന്നു വില? 400 രൂപ. ഇപ്പൊ എത്രയാണ് പാചകവാതകത്തിന്റെ വില? 1200 രൂപ. 300% വില വർദ്ധിപ്പിച്ചു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായ സമയം കഴിഞ്ഞ 5 വർഷമാണ്. മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ മുസ്ലിം ലീഗ് ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യം ലീഗ് നന്നായി വിലയിരുത്തിയാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് വരലാണ്. അതിനുവേണ്ടി കമ്മിറ്റഡായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചിരിക്കുകയാണ്. അതിനൊന്നും ആരും ഒരു ദുർവ്യാഖ്യാനം നൽകണ്ട. ഞങ്ങൾ അടിയുറച്ച് UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്, അനൂപ് ജേക്കബ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ, ഉമ്മ തോമസ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.